നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. വിജ്ഞാന അമ്പലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 205 അംഗനവാടികൾ നിർമ്മിച്ചു നൽകിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. പുന്നപ്ര കുരിക്കാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 86.55 ലക്ഷം രൂപ ചെലവിൽ 700 മീറ്റർ നീളത്തിലാണ് റോഡിന്റെ നിർമ്മാണം. സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പെണ്ണിടം എന്ന പേരിലുള്ള ജില്ലാ പഞ്ചായത്ത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ളിൽ 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പെണ്ണിടം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ സമാനമായൊരു ഷീ ലോഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. കേരളം സ്ത്രീ സുരക്ഷയിൽ മാത്രമല്ല, സ്ത്രീകൾക്ക് തുല്യ നീതിയും പദവിയും ഉറപ്പാക്കുന്നതിലും ഏറെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്. ഏറെ മുന്നോട്ട് പോയി എന്നാണ് പറഞ്ഞത്, മുഴുവനായി എന്നല്ല. ഏറെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ ഭാരത പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു ജെൻഡർ ബജറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രത്യേകമായി ജെൻഡർ ബജറ്റ് എന്ന നിലയിൽ ബജറ്റിൽ ഉൾപ്പെടുത്തി മാതൃക കാണിച്ച സംസ്ഥാനമാണ്. 2016-17 സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതികൾ മൊത്തം പദ്ധതിയുടെ 4% അലോക്കേഷനെങ്കിൽ 24-25 അത് 21.12% പറഞ്ഞാൽ ബജറ്റിന്റെ 5-1 സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. കേരളം സ്ത്രീ സുരക്ഷയിൽ മാത്രമല്ല, അവർക്ക് തുല്യനീതിയും പദവിയും ഉറപ്പാക്കുന്നതിലും ഏറെ മുന്നിലാണ്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് സംസ്ഥാനത്ത് 50% വർദ്ധിപ്പിക്കും. ഇത് കേരളത്തിലെ കുടുംബങ്ങളിൽ 56,000 കോടി രൂപ എത്തിച്ചേരുന്നതിന് വഴിയൊരുക്കുകയും സംസ്ഥാനം ഇതിലൂടെ വലിയ സാമ്പത്തിക കുതിപ്പിന് സാക്ഷ്യം വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ രൂപരേഖയും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് TS താഹ, ബിനു ഐസക് രാജു, വത്സല മോഹൻ, MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് R റിയാസ്, ഹേമലത മോഹൻ, LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഇന്ദു, ജില്ലാ ICDS സെൽ പ്രോഗ്രാം ഓഫീസർ J മായാലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി V പ്രദീപ് കുമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 10 കോടി രൂപ ചെലവഴിച്ച് 5 നിലയുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വിജ്ഞാന അമ്പലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. H സലാം MLA പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിജ്ഞാന അമ്പലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുന്ന അനുഭവമാണ്. നമ്മുടെ കേരളത്തിലെ പ്രത്യേകത, നമ്മൾ വിദ്യാഭ്യാസപരമായി ഉയർന്നൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ മിക്കവാറും നേടാനാവുന്ന പരമാവധി വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന ഒരു മൈൻഡ് സെറ്റിംഗ് ആണ് സൊസൈറ്റിക്കുള്ളത്. ഓരോ വ്യക്തികളെടുത്താലും ഫാമിലി എടുത്താലും സൊസൈറ്റി ടോട്ടലായിട്ട് നോക്കിയതാണ് തന്നെയാണ്. അപ്പൊ നമ്മളൊരു വിദ്യാഭ്യാസം നേടുന്ന ഒരു സാഹചര്യമുണ്ട്. ജോലി ലഭിച്ച ആളുകളെ നോക്കിയാൽ നേടിയ വിദ്യാഭ്യാസത്തിന് ഭാഗമായി ജോലി ആയിരിക്കില്ല ഒരധികം പേർ. വേണമെങ്കിൽ മെജോറിറ്റി എന്ന് പറയാൻ പറ്റും. മെജോറിറ്റി നേടിയിരിക്കുന്നത് ആ ജോലി ആയിരിക്കില്ല. കേരളത്തിന്റെ പ്രത്യേകത തൊഴിലില്ലാത്തവരുടെ ഒരു കണക്ക് നോക്കിയാൽ കാണുന്ന ഒരു സ്വഭാവം, വിദ്യാസമ്പന്നരായ തൊഴിലേഖകർ ധാരാളമുള്ള സ്റ്റേറ്റാണ് കേരളം. ത്രിതല പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഗുണം മണ്ഡലത്തിലെ ഓരോ കുടുംബത്തിലും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് H സലാം MLA പറഞ്ഞു. പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ വടക്ക്, പുറക്കാട് പഞ്ചായത്തുകളിലെയും നഗരസഭാ വാർഡുകളിലെയും പ്രവർത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ടവർക്കായിരുന്നു പരിശീലനം നേടിയവർ വീടുകൾ സന്ദർശിച്ച് അഭ്യസ്ത വിദ്യരെ കണ്ടെത്തുകയും അവർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുവാൻ സഹായിക്കുകയും
അതിനാവശ്യമായ നൈപുണ്യ പരിശീലനം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ CK ഷിബു, KDISC ഫാക്കൽറ്റികളായ പ്രിൻസ് K തോമസ്, V ജയരാജ്, ബ്ലോക്ക് നോഡൽ ഓഫീസർ KC അജിത്, RV ഇടവന എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CH ഹമീദ് കുട്ടി ആശാൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 205 അങ്കണവാടികൾ നിർമ്മിച്ചു നൽകിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. 205 അങ്കണവാടികളാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഹൈടെക് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അപ്പോൾ സ്കൂളൊക്കെ നന്നായപ്പോൾ സർക്കാർ സ്കൂളൊക്കെ നന്നായി. സർക്കാർ സ്കൂൾ നന്നായപ്പോൾ എയ്ഡഡ് സ്കൂളുകാർ സമ്മർദ്ദത്തിലായി. കുട്ടികളെ കിട്ടണമെങ്കിൽ പിന്നെ എയ്ഡഡ് സ്കൂൾ നന്നാക്കണം. ചരിത്രത്തിൽ ആദ്യമായി മാനേജ്മെന്റുകൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി സ്കൂൾ നന്നാക്കാൻ തുടങ്ങി അല്ലേ? ഞാനൊരു എയ്ഡഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെ ലിഫ്റ്റും വെച്ചിരിക്കുന്നു, ക്ലാസ് മുറി AC ആക്കിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്ത സർക്കാർ സ്കൂൾ ഗംഭീരാക്കി. അപ്പം പിന്നെ അതിനേക്കാൾ അപ്പുറമാവട്ടെ. അപ്പം മൊത്തം നമ്മുടെ വിദ്യാലയങ്ങളുടെ സൗകര്യങ്ങളും ഉയർന്നു. അപ്പം സ്കൂളുകൾ നന്നാവുമ്പോൾ പിന്നെ അംഗൻവാടി മാത്രം പഴയ കോലത്തിൽ നിൽക്കാൻ പറ്റും. അപ്പം അംഗൻവാടിയും മാറണം. അപ്പോൾ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ നല്ല ഗംഭീരമായ ഇതുപോലുള്ള ഹൈടെക് അംഗൻവാടികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് കേരളത്തിൽ ഈ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പലരും പറയുന്നത് കേരളത്തെ നിങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവുമായും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളൊക്കെ വളരെ വളരെ മുമ്പിലാണ്. കേരളത്തെ താരതമ്യം ചെയ്യാൻ കഴിയുക യൂറോപ്പുമായിട്ടാണ്. എത്രയോ പേര് പറയുന്നു. ഇപ്പോൾ കോഴിക്കോട് IIM ഡയറക്ടറായിരുന്ന ദേബാശിഷ് ചാറ്റർജി പറഞ്ഞു, കേരളത്തിലെ അങ്കണവാടികളും സ്കൂളുകളും രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും പുതുതലമുറയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും ഉല്ലാസത്തിനും സഹായകരമായ രീതിയിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് അങ്കണവാടികൾ നിർമ്മിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ അത്യാധുനിക രീതിയിലാണ് പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ അങ്കണവാടി റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് TS താഹ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ്, മുൻ MLA TK ദേവകുമാർ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം U അനുഷ്യ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നപ്ര കുരിക്കാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 86.55 ലക്ഷം രൂപ ചെലവിൽ 700 മീറ്റർ നീളത്തിലാണ് റോഡിന്റെ നിർമ്മാണം. അമ്പലപ്പുഴ MLA H സലാം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ 10, 11 വാർഡുകളെ തമ്മിൽ വേർതിരിക്കുന്ന കുരിക്കശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ബജറ്റ് ഫണ്ടിൽ നിന്നും 86.55 ലക്ഷം രൂപ ചെലവിൽ 700 മീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. H സലാം MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരത്തോട്ട് മടങ്ങി പോകും. നമ്മുടെ ജില്ലയിൽ തന്നെ മാത്രം ഫയൽ കൈകാര്യം ചെയ്യുന്നതല്ലായിരുന്നത്. MLA ഫണ്ട് ഒരു സിംഗിൾ റോഡാണെങ്കിൽ ജില്ലാ കളക്ടർക്ക് തന്നെ അതിന്റെ ഫയൽ കൈകാര്യം ചെയ്യാം. ബഡ്ജറ്റിൽ ഇതാവുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിലേക്ക് പോകണം. അവിടുന്ന് അതിന്റെ ഫയല് ധനകാര്യ വകുപ്പിൽ പോകണം. പിന്നെ ഏതെങ്കിലും ഇരിക്കുന്ന അണ്ടർ സെക്രട്ടറിയോ ആരെങ്കിലും കുറി എഴുതിയാൽ അത് മടങ്ങി ഇവിടെ ജില്ലയിൽ വരും. പിന്നെ ഇവിടെ തിരിച്ച് അതിന്റെ മറുപടി എഴുതിയിട്ട് പോകണം. ഇങ്ങനെ കുറച്ച് ഇത്തിരി പ്രയാസം ഈ ഫയലിന്റെ കാര്യത്തിൽ വന്നതുകൊണ്ടാണ് ഒരു അല്പം താമസം നമ്മുടെ റോഡിന്റെ കാര്യത്തിൽ വന്നത്. അത് നിങ്ങളോട് അതോ ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെടുന്നതിലൂടെ ഞാൻ എന്റെ റെഡിയായിട്ടുള്ളത് സാധാരണ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും സാങ്കേതികത്വം പറഞ്ഞതിങ്ങനെ പ്രയാസപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ധാരാളം പേർ ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വന്നു. അതിൽ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണാധികാരികൾ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ജയാണെങ്കിൽ എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും ആദ്യത്തെ ചോദ്യം ഇതാണ്, റോഡിനെ കുറിച്ചിട്ടാണ്. ഇവിടുത്തെ CPM-ന്റെ കമ്മിറ്റി, CPI-യുടെ കമ്മിറ്റി, റെസിഡൻസിന്റെ ഭാരവാഹികൾ, അല്ലാതെയുള്ള കുറച്ച് ആളുകൾ വീട്ടിൽ നേരിട്ട് വന്ന് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, ജയ പ്രസന്നൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VR അശോകൻ, പഞ്ചായത്ത് അംഗം K ആനന്ദൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AS സജി,
വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെറൈറ്റി ഫാർമറുടെ വെറൈറ്റി ചീരവണ്ടി ഇനി ആലപ്പുഴ കളക്ടറേറ്റിലും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചീരവണ്ടിയുടെ ഉദ്ഘാടനം നടത്തി. കഞ്ഞിക്കുഴിയിലെ നാടൻ പച്ചക്കറികളുടെ സഞ്ചരിക്കുന്ന വിപണന സംവിധാനമായ ചീരവണ്ടിയുടെ ആലപ്പുഴ കളക്ടറേറ്റിലെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. അത് കഞ്ഞിക്കുഴിയിലാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കഞ്ഞിക്കുഴിയെ കേരളത്തിൻ്റെന്നല്ല വിവിധ സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ സുജിത്തിൻ്റെ എല്ലാം നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഒരു ഹരിത വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്തും പ്രദേശവുമാണ് കഞ്ഞിക്കുഴി. ഇപ്പോൾ സന്തോഷമുള്ള കാര്യം, 2 സ്ത്രീകൾ, ഒരാൾ ഡ്രൈവറും സഹായിയുമായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒരു വനിത എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹായത്തോടെ യുവ കർഷകനും വെറൈറ്റി ഫാർമറുമായ SP സുജിത്തിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നത്. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ കളക്ടറേറ്റിലെ ജില്ലാ ട്രഷറി ഓഫീസിന് മുൻവശമുള്ള കിയോസ്കിൽ നിന്ന് വിവിധ ഇനം വിഷരഹിത പച്ചക്കറികൾ വാങ്ങാം. 4-ാം വാർഡ് കുടുംബശ്രീ ADS സെക്രട്ടറി ശ്രീജയാണ് വാഹനത്തിന്റെ സാരഥിയും കച്ചവടക്കാരിയും. സഹായിയായി കുടുംബശ്രീ അംഗം വിനിതയും ഒപ്പമുണ്ട്. സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കഞ്ഞിക്കുഴിയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും സുജിത്ത് സംഭരിച്ച് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷൻ ബൈരഞ്ജിത്ത്, പഞ്ചായത്ത് അംഗം ദീപുമോൻ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയെ കൂടാതെ എറണാകുളം ജില്ലയിലെ 2 കേന്ദ്രങ്ങളിലായി എല്ലാ ആഴ്ചയും സുജിത്തിന്റെ ചീരവണ്ടി എത്താറുണ്ടെന്നും അധികൃതർ പറഞ്ഞു. 1-ാം വിളയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സർക്കാർ നയം പ്രഖ്യാപിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഒന്നാം വിളയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സർക്കാർ നയം പ്രഖ്യാപിക്കുക. കഴിഞ്ഞ 4 വർഷമായി കേന്ദ്ര MSPയിൽ നിന്നും സംസ്ഥാന സർക്കാർ കവർന്നെടുത്ത 1 ക്വിന്റൽ നെല്ലിന് 501 രൂപ എന്നത് കർഷകർക്ക് തിരിച്ചു നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക മാർച്ചും ധർണയും നടത്തി. നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ വെള്ളക്കിണർ ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ കർഷകനും ചലച്ചിത്ര സീരിയൽ താരവുമായ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിനെ അതിജീവിച്ചുകൊണ്ട് കൊയിലെടുത്തിരിക്കുന്ന നെല്ലെടുക്കാൻ ആളില്ല. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് പറ്റില്ലേ? പറഞ്ഞ പോലെ എടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് എടുക്കുന്നതിന്റെ അവരുടെ എമൗണ്ട് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഇടതുപക്ഷ സർക്കാർ, കേന്ദ്ര സർക്കാർ കൂട്ടുമ്പോൾ എത്രയായാലും 50 പൈസ കേന്ദ്ര സർക്കാർ കൂട്ടുമ്പോൾ ഇവിടെ 60 പൈസ കൂട്ടുമായിരുന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ 9.5 വർഷമായി നമ്മളെ ചവിട്ടി ഇനിയും നമുക്ക് താഴാൻ സ്ഥലമില്ല. ചെളിയാണ്. ആ ചെളിയിൽ ചവിട്ടി നിന്ന് പണിയെടുക്കുന്ന കർഷകന് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് താഴാൻ ഇനി സ്ഥലമില്ല. ആ അവസ്ഥയെ ഞങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. നിങ്ങൾ പാലക്കാട് മേഖല നോക്ക്, അവിടെ ഏതാണ്ട് 80% കൊയ്ത്തു കഴിഞ്ഞു. നെല്ലെടുക്കാൻ ആളില്ല. നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷറഫ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സോണിച്ചൻ പുളിങ്കുന്ന്, R സതീശൻ, വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, റോയി ഊരാംവേലിൽ, കാർത്തികേയൻ കൈനഗരി, മാത്യു തോമസ്, ജോഷി വർഗീസ്, PS വേണു എന്നിവർ സംസാരിച്ചു. C2+ 50% ഫോർമുലയിൽ നെല്ലിന് താങ്ങുവില നൽകുക, കൊയ്തിട്ടിരിക്കുന്ന നെല്ല് ഉടൻ സംഭരിക്കുക, 2-ാം വിളയ്ക്കുള്ള വിത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക, ഓരുമുട്ടുകൾ ശാസ്ത്രീയമായി സ്ഥാപിക്കുക, തണ്ണീർമുക്കം തോട്ടപ്പള്ളി ഷട്ടറുകൾ വേലിയേറ്റത്തെ ചെറുക്കത്തക്ക രീതിയിൽ റെഗുലേറ്റ് ചെയ്യുക, കിഴിവുകൊള്ള സമ്പ്രദായം അവസാനിപ്പിക്കുക, കൈകാര്യ ചെലവ് സമ്പൂർണമായും സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിലും മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. മത്സ്യമേഖലയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യം വെച്ച് സംഘടിപ്പിക്കുന്ന സെമിനാർ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് H സലാം MLA പറഞ്ഞു. SK കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. ഭാവി വികസനത്തിനായി ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ വിഷൻ 2031 എന്ന പേരിൽ വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മത്സ്യമേഖലയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിനായി പുരോഗമനപരമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനായി മത്സ്യബന്ധന വകുപ്പിന്റെ നേതൃത്വത്തിൽ
വിഷൻ 2031 സെമിനാർ സംഘടിപ്പിക്കുമെന്ന് എച്ച് സലാം MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ രൂപീകരണത്തിൻ്റെ 75 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കേരളം സമസ്ത മേഖലയിൽ ആർജിച്ച നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്താനും അല്ലെങ്കിൽ അനുഭവങ്ങളെ വിലയിരുത്താനും അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായേക്കാം. അതിൽ ഭൂരിപക്ഷം പോസിറ്റീവായ വശങ്ങളാണ്. അതിൽ നിന്നുകൊണ്ട് ഉള്ള കുറവുകളെ കാണാനും ആ കുറവുകൾ പരിഹരിച്ച് കൂടുതൽ മുന്നോട്ട് പോകാനും കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ശാസ്ത്ര വളർച്ചയുടെയും ടെക്നോളജിയുടെ വികാസത്തിൻ്റെയൊക്കെ ഭാഗമായി സംഭവിക്കുന്ന സാമൂഹികമായ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സാമൂഹിക ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാവുന്ന ഒരു വികസന പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ മാസം 31-ന് ആലപ്പുഴ കാളറകോട് SK ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മത്സ്യമേഖലയുടെ ദർശനരേഖയും മന്ത്രി ചടങ്ങിൽ അവതരിപ്പിക്കും. തുടർന്ന് കഴിഞ്ഞ ദശകത്തിൽ മത്സ്യമേഖല കൈവരിച്ച നേട്ടങ്ങൾ മത്സ്യബന്ധന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അവതരിപ്പിക്കും. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ A. ബിജുകുമാർ ചർച്ച നിയന്ത്രിക്കും. എച്ച് സലാം MLAയോടൊപ്പം PR കുഞ്ഞച്ചൻ, S. മഹേഷ്, H. സലീം, V. പ്രശാന്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക കൺവെൻഷൻ ഈ മാസം 31-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ സംഘടനയുടെ 20ാം സംസ്ഥാന കൺവെൻഷൻ ഈ മാസം 31-ാം തീയതി, അതായത് മറ്റന്നാൾ, ഇവിടെ ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടക്കുക. ഈ സംഘടനയെ സംബന്ധിച്ച് ഈ നമ്മുടെ കേരളത്തിൽ വയോജനം എന്ന വിഷയം പോലും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിലാണ് വയോജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ വിഷയങ്ങൾ അധികാരി വർഗത്തിൻ്റെ മുമ്പിലും പൊതു സമൂഹത്തിലും കൊണ്ടുവന്നത്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക കൺവെൻഷൻ ഈ മാസം 31-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൻവർക്കി പാലത്തിന് സമീപം കയർക്രാഫ്റ്റ് ഹാളിൽ നടത്തുന്ന കൺവെൻഷനിൽ വിവിധ ജില്ലകളിൽ നിന്നുമായി 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ജനറൽ സെക്രട്ടറി അമരവിള രാധാകൃഷ്ണൻ, KA. അലി അക്ബർ, ഗംഗാധരൻ, KC. രാകേഷ് കുമാർ, വിക്രമൻ ആചാരി, കേബു സാധുജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. വിജ്ഞാന അമ്പലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 205 അങ്കണവാടികൾ നിർമ്മിച്ചു നൽകിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. പുന്നപ്ര കുരിക്കാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 86.55 ലക്ഷം രൂപ ചെലവിൽ 700 മീറ്റർ നീളത്തിലാണ് റോഡിന്റെ നിർമ്മാണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.